നമസ്കാരം, ബിസിനെക്സിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? നീല സമ്പദ് വ്യവസ്ഥ മുതലാക്കാൻ കേരളം. സ്പീഡ് മോഡിൽ നിന്നും ഇനിയൊരു മടക്കം സ്വർണത്തിനില്ലേ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കാഴ്ചവെക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസിനെക്സ്. നീലക്കടലിന്റെ സാധ്യതകൾ തേടി ബ്ലൂ ടൈഡ്സ് 2025 തിരുവനന്തപുരത്ത്. സെപ്റ്റംബർ 18-നും 19-നും നടക്കും. നീല സമ്പദ് വ്യവസ്ഥ എന്ന ആശയമാണ് കോൺക്ലേവ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ അനന്തമായ വികസന സാധ്യതകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് 29 യൂറോപ്യൻ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു കോൺക്ലേവ് സെപ്റ്റംബർ 18-19 തീയതികളിൽ കോവളം ലീല പാലസിൽ സംഘടിപ്പിക്കുകയാണ്. 29 രാജ്യങ്ങളുടെ അംബാസഡർമാരും രാജ്യങ്ങളുടെ പ്രതിനിധികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബഹുമാന്യ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെയും ലോകത്തെയും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള 6 വകുപ്പുകളുടെ മന്ത്രിമാരും അതുപോലെ തന്നെ കേരളത്തിലെ തിരഞ്ഞെടുത്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും മറ്റ് വിവിധ മേഖലകളിൽ പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെടെ 550 പ്രതിനിധികളാണ് ഈ 2 ദിവസത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. കേരള സർക്കാരും യൂറോപ്യൻ യൂണിയനും ചേർന്നുള്ള ബ്ലൂ എക്കണോമിക് കോൺക്ലേവ് ബ്ലൂ ടൈഡ്സ് 2025 മേഖലയിലെ സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ചർച്ച ചെയ്യാനുള്ള സുപ്രധാന വേദിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും യൂറോപ്യൻ യൂണിയനും സംയുക്തമായിട്ടാണ് സംഘാടനം. രണ്ട് കാര്യങ്ങൾ ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ അനന്തമായ സാധ്യതകൾ എന്തെല്ലാമാണ്. 2, ഈ സാധ്യതയ്ക്ക് അനുസൃതമായി ഏതൊക്കെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും. അതിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പങ്കാളിത്തം, ഇവിടെ പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരുമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ പങ്കാളിത്തം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പങ്കാളിത്തം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടും. വികസനം, തൊഴിൽ, ഭാവിയെ സംബന്ധിച്ചുള്ള വസ്തുതാപരമായ ദീർഘവീക്ഷണത്തിലുള്ള ആവിഷ്കാരങ്ങളെല്ലാം ഈ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇത്രയും രാജ്യങ്ങൾ ഒന്നിച്ചു പങ്കെടുക്കുന്ന ആദ്യത്തെ കോൺക്ലേവാണ് ഈ കേരളം നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റും യൂറോപ്യൻ യൂണിയനും ഒരുമിച്ചാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. 29 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്നതാണ് പ്രമേയം. കോവളം ദലീല റാവിസിലാണ് കോൺക്ലേവ്.
ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ ഈ കോൺക്ലേവിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സ്റ്റേറ്റായിട്ടും കേരളത്തെ പ്രഖ്യാപിച്ചു ഇന്ത്യ ഗവൺമെൻറ്. ഏറ്റവും മികച്ച മറൈൻ സ്റ്റേറ്റ് കേരളത്തിലെ കൊല്ലം ജില്ലയാണ്. തീർച്ചയായും 2021 ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടേറെ മുന്നേറ്റങ്ങൾ ഈ ഫിഷറീസ് സെക്ടറിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയും. തീരത്തിൻ്റെ സങ്കടങ്ങൾക്ക് ഒരുപാട് പരിഹാരം കണ്ടു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരത്തിൽ ഒരുപാട് മാറ്റം വരുത്തി. ഭവന നിർമ്മാണം, ക്ഷേമപ്രവർത്തനം, തൊഴിൽ മേഖലകളിലെ ഇടപെടലുകൾ, അതുപോലെ തന്നെ അപകടകരമായ അവസ്ഥയിൽ ചെയ്യുന്ന തൊഴിലിന് ആവശ്യമായ സംരക്ഷണ സംവിധാനങ്ങൾ, ഇൻഷുറൻസ് പദ്ധതികൾ, ധാരാളം പ്രവർത്തനങ്ങളോടൊപ്പം ഇനിയും യാഥാർത്ഥ്യമാകേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ ഉള്ള ഒരു വലിയ തുടക്കമാണ് ഈ ഗവൺമെൻറ് കാലത്ത് ഇപ്പോൾ നടക്കാൻ പോകുന്ന യൂറോപ്യൻ കോൺക്ലേവ്. അത് വിജയകരമായി പര്യവസാനിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മത്സ്യബന്ധനം, അക്വാകൾച്ചർ, തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾ, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ കേരള യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ഈ മേഖലയിലെ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായകമാകും. വലിയ തരത്തിലുള്ള മൂലധന നിക്ഷേപ പദ്ധതികൾ എല്ലാ സെക്ടറുകളും കേരളത്തിൽ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിനിടയിലെ പുരോഗതിക്ക് വേണ്ടി, അതുപോലെ തന്നെ സമൂഹത്തിലെ ദുർബലരായ ജനവിഭാഗങ്ങളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുള്ള ഇടപെടലായിരിക്കും ഈ കോൺക്ലേവ് നടപ്പാക്കാൻ പോകുന്നത്. നിലവിട്ട് കുതിക്കുകയാണ് സ്വർണം. സ്പീഡ് മോഡിൽ നിന്നും ഇനിയൊരു മടക്കം സ്വർണത്തിനില്ലെന്ന് ഏതാണ്ട് ഉറപ്പാണ്. സ്വർണ്ണ വിപണിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് 22 കാരറ്റ് സ്വർണം 1 ഗ്രാമിന് വില 10,000 കടക്കുന്നത്. രാജ്യാന്തര സ്വർണ്ണവില, ഇന്ത്യയിലേക്കുള്ള സ്വർണം ഇറക്കുമതി, രൂപ ഡോളർ വിനിമയ നിരക്ക് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഓരോ ദിവസവും കേരളത്തിൽ സ്വർണ്ണവില നിർണ്ണയിക്കുന്നത്. 2009 ആദ്യമായി 1 പവൻ സ്വർണത്തിന് വില 10,000 രൂപ കടക്കുന്നത്. പിന്നെയും 2 വർഷം കഴിഞ്ഞ് 2011 15,000 രൂപയും 2012 20,000 രൂപയും പിന്നിട്ടു. 2019 പവൻ വില 25,000 രൂപയ്ക്ക് മുകളിലെത്തി. പിന്നീട് വില ഇരട്ടിയിലധികം വർദ്ധിച്ച് പവന് 50,000 രൂപയിലെത്തിയത് 5 വർഷം കൊണ്ടാണ്. കോവിഡിന് ശേഷമാണ് സ്വർണ്ണവിലയിൽ ഇത്തരത്തിലൊരു കുതിപ്പ് തുടങ്ങിയത്. 2025 തുടക്കത്തിൽ ഔൺസിന് ഏതാണ്ട് $2,500 രാജ്യാന്തര വില. ഇപ്പോൾ $3,600 കടന്നു കഴിഞ്ഞു. 2025 ഡിസംബറോടെ സ്വർണത്തിന്റെ രാജ്യാന്തര വില $3,700 കടക്കും.
2026 പകുതിയോടെ 4000 മുതൽ $4500 വരെയും 2026 അവസാനത്തോടെ $5000 എത്തുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈകടത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചുനാളായി. ഫെഡിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണ് ഈ അധികാര വടംവലി. അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുന്നത് ഡോളറിന്റെ മൂല്യം, US ഗവൺമെന്റിന്റെ ട്രഷറി ഈൽഡ് എന്നിവയും കുറയാനിടയാക്കും. ഇതെല്ലാം സ്വർണ്ണവില കുത്തനെ കുതിപ്പിലേക്ക് നയിക്കും. അമേരിക്കയുടെ പണപ്പെരുപ്പവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കും മറ്റൊരു വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിലും പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സമ്മർദ്ദവും ശക്തമാണ്. 2022 മുതൽ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് 100 ടൺ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് തുടരുന്നത് സ്വർണ്ണവില ശക്തമായി തന്നെ നിലകൊള്ളാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം. US തീരുവ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ചൈന തായ്ലൻഡ് സഖ്യം. റബ്ബർ വ്യാപാരങ്ങൾക്ക് പുതിയ പദ്ധതികൾ. പുതിയ നീക്കം വിപണിയുടെ മുന്നേറ്റത്തെ പിടിച്ചു നിർത്തുമെന്ന ആശങ്കയിൽ അവധി വ്യാപാര രംഗം. വെളിച്ചെണ്ണ ഉയർത്തിയെടുക്കാൻ തമിഴ്നാട് ലോബി വീണ്ടും ശ്രമം തുടങ്ങി. അന്തർസംസ്ഥാന സുഗന്ധവ്യഞ്ജന വ്യാപാരികൾ വിലയിടിച്ച് കുരുമുളക് സംഭരിച്ചു. ചൈനയും തായ്ലാന്റും തമ്മിലുള്ള പുതിയ വ്യാപാര പങ്കാളിത്തത്തിനിടയിൽ റബ്ബർ വിതരണം വർദ്ധിക്കുമെന്ന സൂചന നിക്ഷേപകരെ രാജ്യാന്തര അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും പൊടുന്നനെ പിന്തിരിപ്പിച്ചു. നികുതിരഹിതമായ റബ്ബർ കൈമാറാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഒരു വിഭാഗം ഇടപാടുകാരെ സമ്മർദ്ദത്തിലാക്കി. സീറോ താരിഫ് പൈലറ്റ് പദ്ധതിയുടെ തുടക്കമെന്ന നിലയ്ക്ക് കേവലം 400 ടൺ ചരക്ക് മാത്രമാണ് തായ്ലാന്റിൽ നിന്നും ചൈനയിലേക്ക് ഷിപ്മെന്റ് നടത്തുക. എന്നാൽ പദ്ധതി വിജയിച്ചാൽ അളവ് 10,000 ടണ്ണായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം ലക്ഷക്കണക്കിന് ടൺ റബ്ബറാണ് ചൈന ഓരോ മാസവും ഇറക്കുമതി നടത്തുന്നത്. ആ നിലയ്ക്ക് ഇപ്പോഴത്തെ നികുതിരഹിത ഇറക്കുമതി തുച്ഛമാണ്. കേരളത്തിലെ റബ്ബർ ഉൽപാദന മേഖലകളിൽ പല അവസരത്തിലും മഴ അനുഭവപ്പെട്ടെങ്കിലും ഒട്ടുമിക്ക റെയിൻ ഗാർഡ് ഇട്ട തോട്ടങ്ങളിൽ കാര്യമായ തടസ്സങ്ങളില്ലാതെ റബ്ബർ വെട്ടിന് കർഷകർക്ക് അവസരം ലഭിച്ചു. ഇതിനിടയിൽ രാജ്യാന്തര വിപണിയിൽ നിന്നുള്ള പ്രതികൂല വാർത്തകൾ അവസരമാക്കി ഇന്ത്യൻ ടയർ കമ്പനികൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില 193 രൂപയിൽ നിന്നും 187 ഇടിച്ചു. ഓണാഘോഷങ്ങളുടെ ആലസ്യത്തിലായിരുന്നു വാരത്തിന്റെ തുടക്കത്തിൽ ഉൽപാദന കേന്ദ്രങ്ങൾ. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വരവ് ശക്തിയാർജിക്കുന്നത് കണ്ട് വാങ്ങലുകാർ അല്പം പിൻവലിഞ്ഞു. കാർഷിക മേഖലയിൽ നിന്നുള്ള കുരുമുളക് വരവ് ഉണരുമെന്ന നിഗമനത്തിലാണ് വാങ്ങലുകാർ സമഘടിതരായി നിരക്ക് താഴ്ത്തി ചരക്ക് സംഭരിക്കാനുള്ള ശ്രമത്തിലാണ്. അതേസമയം വൻവില പ്രതീക്ഷിച്ച് കർഷകരും മധ്യവർത്തികളും വാരത്തിന്റെ 2ാം പാദത്തിൽ വിപണിയിലേക്ക് ശ്രദ്ധ തിരിച്ചത് അവസരമാക്കി ഉത്തരേന്ത്യൻ വാങ്ങലുകാർ ചരക്ക് ശേഖരിച്ചു. ഇതിനിടയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള ചരക്ക് സംഭരണത്തിന് വ്യവസായികൾ നീക്കം നടത്തിയ വിവരം പുറത്തുവന്നത് താഴ്ന്ന വിലയ്ക്ക് മുളക് വിറ്റുമാറാൻ ആഭ്യന്തര സ്റ്റോക്കിസ്റ്റുകളെ പ്രേരിപ്പിച്ചു. കിലോ 703 രൂപയിൽ വിപണനം നടന്ന കുരുമുളക് വാരാവസാനം 694 ഇടിഞ്ഞു. ഏലക്ക ലേല കേന്ദ്രങ്ങളിൽ ചരക്ക് പ്രവാഹം തുടരുന്നു. പുതിയ ഏലക്ക വിറ്റുമാറാൻ വൻകിട തോട്ടങ്ങൾക്ക് ഒപ്പം ചെറുകിട കർഷകരും ഉത്സാഹിച്ചു. ആകർഷകമായ വില അവസരമാക്കിയാണ് ഉൽപാദകർ ഏലക്ക വിറ്റുമാറിയത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ സുഗന്ധറാണിക്ക് അന്വേഷണങ്ങൾ എത്തുന്നുണ്ട്. ദീപാവലി, ദസറ ആഘോഷവേളയിലെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ആഭ്യന്തര വ്യാപാരികൾ മത്സരിച്ച് ചരക്ക് സംഭരിക്കുന്നത്. ശരാശരി ഇനങ്ങൾ കിലോ 2,500 രൂപയ്ക്ക് മുകളിൽ കരുത്ത് നിലനിർത്തുന്നത് കർഷകരുടെ വശത്തു നിന്നും വീക്ഷിക്കുമ്പോൾ മെച്ചപ്പെട്ട വില തന്നെയാണ് ഒരു വിഭാഗം ഉൽപാദകർ വിലയിരുത്തുന്നത്. നിലവിലെ കാലാവസ്ഥ വിലയിരുത്തിയാൽ ജനുവരി വരെ വിളവെടുപ്പ് മുന്നേറാവുന്ന കണക്കുകൂട്ടലാണിവർ. ജാതിക്ക സംഭരണ രംഗത്ത് നിന്നും ഉത്തരേന്ത്യൻ കറി മസാല വ്യവസായികളും കയറ്റുമതിക്കാരും അല്പം പിൻവലിഞ്ഞത് ഉൽപ്പന്ന വിലയിൽ നേരിയ ചാഞ്ചാട്ടം ഉളവാക്കി. കാർഷിക മേഖലകളിലെ വൻകിട ചെറുകിട സ്റ്റോക്കിസ്റ്റുകളുടെ നീക്കങ്ങൾ വിലയിരുത്താൻ വാങ്ങലുകാർ സംഘടിതമായി മധ്യ കേരളത്തിലെയും ഹൈറേഞ്ചിലെ വിപണികളിൽ തണുപ്പൻ നിലപാട് സ്വീകരിച്ച് നിരക്കിടിക്കാൻ ശ്രമം നടത്തി. എന്നാൽ ഉൽപാദന മേഖല വിൽപ്പനയിൽ നിന്നും അകന്നത് ഒരു പരിധിവരെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുപകർന്നു. മാസാരംഭത്തിൽ കറിമസാല ഔഷധ വ്യവസായികൾ ഉയർന്ന അളവിൽ ജാതിക്ക, ജാതിപത്രിയും ശേഖരിച്ചിരുന്നു. അറബ് രാജ്യങ്ങളിൽ നിന്നും ആവശ്യക്കാരുള്ളതിനാൽ വൈകാതെ കയറ്റുമതി മേഖല ജാതിക്ക സംഭരണത്തിന് ഇറങ്ങുമെന്നാണ് വിപണി വൃത്തങ്ങളുടെ നിഗമനം. ജാതിക്ക തൊണ്ടൻ കിലോ 270 രൂപയും ജാതിപ്പതിപ്പ് 570 രൂപയിൽ വിപണനം നടന്നു. വെളിച്ചെണ്ണ വില ഉയർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് തമിഴ്നാട് ലോബി. വൻകിട തോട്ടങ്ങളും മധ്യവർത്തികളും പച്ചത്തേങ്ങയും കൊപ്രയും വിപണികളിലേക്ക് നീക്കുന്നത് നിയന്ത്രിച്ച് ദീപാവലി വരെയുള്ള കാലയളവിൽ
വീണ്ടും വിലക്കയറ്റം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓണാഘോഷവേളയിൽ കേരളം ശക്തമായ വിപണി ഇടപെടലുകൾ നടത്തിയത് വെളിച്ചെണ്ണയെ ഉയർന്ന നിലവാരത്തിൽ നിന്നും താഴ്ത്താൻ ഉപകരിച്ചു. ആഘോഷ ദിനങ്ങൾ കഴിഞ്ഞതോടെ സർക്കാർ സംവിധാനങ്ങളിൽ അയവ് കണ്ടതാണ് കാങ്കയം ആസ്ഥാനമായുള്ള വ്യവസായികളെ വെളിച്ചെണ്ണ വിപണിയെ വീണ്ടും അമ്മാനവണ്ണം പ്രേരിപ്പിക്കുന്നത്. കാങ്കായം ലോബി കഴിഞ്ഞ വാരം വില കൃത്യമായി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തെങ്കിലും കേരളത്തിൽ നിന്നും പുതിയ ആവശ്യക്കാരുടെ അഭാവം അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. കൊച്ചിയിൽ വെളിച്ചെണ്ണ 36,800 രൂപയിലും കൊപ്ര 21,900 രൂപയിലുമാണ്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. മാരുതിയുടെ ഏറ്റവും പുതിയ ഹൈബ്രിഡ് മോഡൽ വിക്ടോറിസ്. പ്രീമിയം ലുക്കിലെത്തുന്ന വിക്ടോറിസ് വിശേഷങ്ങളിലേക്ക്. ദീപാവലിയോടെയാകും മാരുതി സുസുക്കിയുടെ വിക്ടോറിസ് വിപണിയിലെത്തുക. ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിലാണ് മാരുതി സുസുക്കി വിക്ടോറിസിനെ ഒരുക്കിയിരിക്കുന്നത്. 4360 mm നീളവും 1795 mm വീതിയും 1655 mm ഉയരവുമുള്ള വാഹനമാണ് വിക്ടോറിസ്. 2600 mm ആണ് വീൽ ബേസ്. പെട്രോൾ എഞ്ചിനുകളിൽ 103 HP 1.5 ലിറ്റർ 4 സിലിണ്ടർ മൈൽ ഹൈബ്രിഡും 116 HP 1.5 ലിറ്റർ 3 സിലിണ്ടർ സ്ട്രോങ് ഹൈബ്രിഡ് പവർ സ്റ്റിയറിംഗുമാണുള്ളത്. പെട്രോൾ CNGയിൽ 89 HP 1.5 ലിറ്റർ പെട്രോൾ CNG ആണുള്ളത്. 5 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് AT ട്രാൻസ്മിഷൻ ഓപ്ഷനുകളാണ് മൈൽ ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനുള്ളത്. CVT ഓപ്ഷൻ സ്ട്രോങ് ഹൈബ്രിഡിനും 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനും CNGക്കും നൽകിയിരിക്കുന്നു. വിക്ടോറിസ് വാങ്ങുന്നവർക്ക് പെട്രോൾ ഓട്ടോ കോൺഫിഗറേഷൻ ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനുമുണ്ട്. അരീന ഔട്ട്ലെറ്റുകൾ വഴിയാണ് ഫ്ലാഗ്ഷിപ്പ് SUV ആയ വിക്ടോറിസിനെ മാരുതി സുസുക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. 11 ലക്ഷം മുതൽ 22 ലക്ഷം രൂപയാണ് വില പ്രതീക്ഷിക്കുക. പുതുതലമുറ വാഹനങ്ങളിൽ പൊതുവെ കണ്ടുവരുന്ന ഡിസൈൻ സവിശേഷതയായ സ്പ്ലിറ്റ് ഹെഡ്ലാമ്പ് വിക്ടോറിസിനില്ല. വിക്ടോറിസിൽ പുതിയ സ്റ്റിയറിംഗ് വീൽ തന്നെ മാരുതി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരേ സമയം പ്രീമിയവും സ്പോർട്ടീവുമായ ലുക്ക് വിക്ടോറിസിനെ നൽകുന്നു. വീൽ ആർക്ക് ക്ലാഡിംഗ്, വലിയ പിന്നിലെ ക്വാർട്ടർ ഗ്ലാസും ഡുവൽ ടോൺ കളറുമെല്ലാം വിക്ടോറിസിനുണ്ട്. 17 ഇഞ്ച് ഡുവൽ ടോൺ അലോയ് വീലുകളാണ് ഇതിനുള്ളത്. മിനിമലിസ്റ്റ് ആണ് വിക്ടോറിസിന്റെ പിൻഭാഗം. മെലിഞ്ഞ LED ലൈറ്റ് ബാൻഡും ഇലുമിനേറ്റഡ് എലിമെന്റുകളും വിക്ടോറിസിലുണ്ട്. വിക്ടോറിസിന്റെ ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് ആണുള്ളത്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ലോയിഡ് ഡാഷ്ബോർഡാണ് വിക്ടോറിസിനുള്ളത്. ഫോൺ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കായി ഓപ്പോ വരുന്നുണ്ട്. Find X9 സീരീസ്. ഒക്ടോബറിലാണ് Find X9 സീരീസിലുള്ള സ്മാർട്ട് ഫോണുകൾ ഓപ്പോ വിപണിയിലെത്തിക്കുന്നത്. Find X9, Find X9 Pro എന്നിവയാണ് ഇറങ്ങാനിരിക്കുന്ന ഓപ്പോ മോഡലുകൾ. Find X9 പ്രോയ്ക്ക് 7500 mAh ബാറ്ററി, 8.25 mm കട്ടി എന്നിങ്ങനെയാണുള്ളത്. Find X9ഉം ഒട്ടും പിന്നിലല്ല. 7000 mAh ബാറ്ററിയോടെ വീതി കുറഞ്ഞ ഫോണായിരിക്കും. 2 മോഡലുകളിലും ഫ്ലാറ്റ് സ്ക്രീനുകൾ, അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ, ഫിംഗർ പ്രിന്റ് സെൻസറുകൾ, നവീകരിച്ച വൈബ്രേഷൻ മോട്ടോറുകൾ എന്നിവയുണ്ടായിരിക്കും. 52,990 രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസറും ഡിസ്പ്ലേയിൽ ബിൽറ്റ് ചെയ്തിരിക്കുന്ന നൂതന ഐ പ്രൊട്ടക്ഷൻ സാങ്കേതികവിദ്യയും മറ്റ് സ്ഥിരീകരിച്ച സവിശേഷതകളിൽ ഉൾപ്പെടുന്നു. ഇരു ഫോണുകൾക്കും ഏറ്റവും ദൈർഘ്യമേറിയ ബാറ്ററി ലൈഫ് എന്നാണ് ഓപ്പോയുടെ പ്രൊഡക്ട് മാനേജറായ ഷൗ ഇബാവോ പറയുന്നത്. മറ്റൊരു വിശേഷം, അടുത്ത വർഷം 2ാം ഭാഗത്തോടെ Find X9 അൾട്രയും കമ്പനി വിപണിയിലെത്തിക്കും. വിനോദവാരം. നെറ്റ്ഫ്ലിക്സ് ആരാധകർ പ്രതീക്ഷയിലാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി സിനിമകളാണ് വരും ആഴ്ചകളിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഒമർ സി അഭിനയിച്ച റൊമാന്റിക് കോമഡി സിനിമയാണ് ഫ്രഞ്ച് ലവർ. ലിസ നീന റൈവ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സാറ ഗിറാഡോ, പാസ്കലെ അർബിലോട്ട് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായെത്തുന്നു. ഹ്യൂഗോ ഗെയിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പ്രിയപ്പെട്ട നടന് ഒരു പരിചാരികയുമായി അവിശ്വസനീയമായ പ്രണയം രൂപപ്പെടുന്നതിന്റെ കഥയാണ് ഫ്രഞ്ച് ലവർ. ഈ മാസം 26-നാണ് ചിത്രം നെറ്റ്ഫ്ലിക്സിലെത്തുന്നത്.
പീക്കി ബ്ലൈൻഡേഴ്സ്, ഓപ്പൺഹൈമർ എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ സിലിയൻ മർഫിയുടെ പുതിയ സിനിമയാണ് സ്റ്റീവ്. 1990കളുടെ മധ്യത്തിൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഈ ചിത്രത്തിൽ ഒരു പ്രധാന അധ്യാപകന്റെ വേഷത്തിലാണ് സിലിയൻ മർഫി എത്തുന്നത്. സ്കൂളിനെ അടച്ചുപൂട്ടലിൽ നിന്ന് രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്ന അധ്യാപകനായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് അദ്ദേഹം. മാക്സ് പോർട്ടറുടെ നോവലായ ഷൈയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമ ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്റ്റീവുമായി ശക്തമായ ബന്ധം പുലർത്തുന്ന സ്കൂളിലെ പ്രശ്നക്കാരനായ കൗമാരക്കാരനായ ഷൈ എന്ന കഥാപാത്രത്തെ ജയ് ലൈകുർഗോ അവതരിപ്പിക്കുന്നു. ഒക്ടോബർ 3-നാണ് സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നത്. സൈമൺ സ്റ്റോണിന്റെ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ദി വുമൺ ഇൻ ക്യാബിൻ 10. കെയ്റ നൈറ്റ്ലി, ഗൈ പിയേഴ്സ്, ഹന്ന വാഡിംഗ്ഹാം, ഗുഗു എംബാത്ത, റോയ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഒരു ആഡംബര ക്രൂയിസിൽ രാത്രിയിൽ ഒരു യാത്രക്കാരനെ കടലിൽ തള്ളുന്നത് കണ്ട പത്രപ്രവർത്തകന്റെ ജീവിതമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. എന്നാൽ അതൊരു സ്വപ്നമാണെന്നും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അവളെ വിശ്വസിക്കുന്നു. പിന്നീട് മനസ്സിലെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അവൾ തന്റെ ജീവൻ അപകടത്തിലാക്കാൻ തീരുമാനിക്കുന്നതാണ് കഥാവൃത്തം. ചിത്രം ഒക്ടോബർ 10-ന് പ്രേക്ഷകരിലേക്കെത്തും. ഒക്ടോബർ 17-ന് റിലീസിന് തയ്യാറെടുക്കുന്ന ആനിമേഷൻ സിനിമയാണ് കിഡ്സ്. റോൾഡ് ഡാളിന്റെ ക്ലാസിക് നോവലിനെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച സിനിമയാണ് ദി കിഡ്സ്. ഫിൽ ജോൺസൺ സംവിധാനം ചെയ്ത് ജെല്ലി ഫിഷ് പിക്ചേഴ്സ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ഡേവിഡ് ബൈർണിന്റെയും ഹെയ്ലി വില്യംസിന്റെയും സംഗീതം പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. ദുഷ്ടരായ മിസ്റ്റർ ആൻഡ് മിസിസ് ട്വിറ്റിന്റെയും അവരുടെ ഭയാനകമായ അമ്യൂസ്മെന്റ് പാർക്കിന്റെയും കഥയാണ് കിഡ്സ് പറയുന്നത്. ദി ഹർട്ട് ലോക്കർ, സീറോ ഡാർക്ക് 30 എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തയായ സംവിധായക കാതറിൻ ബിഗലോ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറുമായി തിരിച്ചെത്തുകയാണ്. റെബേക്ക ഫെർഗൂസൺ, ഇഡ്രിഡ് എൽബ, ആന്റണി റാമോസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. അമേരിക്കയിലേക്ക് ഒരു അജ്ഞാത മിസൈൽ വിക്ഷേപിക്കുന്നതോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. പിന്നീട് കുറ്റവാളികളെ കണ്ടെത്താൻ സുരക്ഷാ സേനയെ ചുമതലപ്പെടുത്തുന്നതിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. ഒക്ടോബർ 24-ന് റിലീസ് ചെയ്യും. ഇനി പ്രധാന ഇവന്റുകൾ. ജപ്പാൻ ഫെസ്റ്റിവൽ. സക്കുറ ജപ്പാൻ ട്രഡീഷണൽ ഫെസ്റ്റിവൽ ഒക്ടോബർ 12-ന്. ഇന്ത്യ ഇന്റർനാഷണൽ ടീ കൺവെൻഷൻ കൊച്ചിയിൽ സെപ്റ്റംബർ 18 മുതൽ 20 വരെ നടക്കും. വാട്ടർ എക്സ്പോ സെപ്റ്റംബർ 18 മുതൽ 20 വരെ കളമശ്ശേരി. ബേക്ക് എക്സ്പോ 2025 ഒക്ടോബർ 10 മുതൽ 12 വരെ അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.